പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും തിരികെ അനന്തപുരിയിലേക്ക് വന്ന വിവരങ്ങളെല്ലാം തന്നെ നാഗേന്ദ്രൻ അറിയുന്നുണ്ട്. അയാളുടെ മുമ്പിൽ താൻ ഒരിക്കലും ഇതുപോലെ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ലെന്നും അയാളുടെ മനസ്സിലുള്ള ഗൂഢതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല, അതൊക്കെയാണ് അയാളുടെ സ്വഭാവമെന്നൊക്കെ വളരെ ദേഷ്യത്തോടെ നാഗേന്ദ്രൻ അഭിയോട് പറയുന്നുണ്ട്. കൂടാതെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് നിന്നും അനി പിന്മാറിയതും MD സ്ഥാനം തിരികെ ആദർശ് തന്നെ ഏറ്റെടുത്തു എന്നൊക്കെ പറയുമ്പോഴേക്കും നാഗേന്ദ്രന് അതൊട്ടും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. കാരണം നാഗേന്ദ്രനും അവന്തികയും ഒക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് MD ആയ അനിയെ വിവാഹം കഴിക്കുന്നതിലൂടെ മൂർത്തീസ് ജ്വല്ലറിയിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. പതിയെ പതിയെ മൂർത്തീസ് ജ്വല്ലറിയിലേക്കും അതുവഴി അനന്തപുരി തറവാടിൻ്റെയും മൊത്തം സ്വത്തുക്കൾ തങ്ങളിലേക്ക് വന്നു ചേരുമെന്നായിരുന്നു അവരാഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അവരാരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയായിരുന്നു. ആദർശിനെയും നയനയെയും തിരികെ അനന്തപുരിയിലേക്ക് എങ്ങനെയാണ് വരവേറ്റത് എന്നുള്ള കാര്യങ്ങളെല്ലാം അഭി അച്ഛൻ്റെ അടുത്ത് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ആനയുടെ കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. താലപ്പൊലിയും ചെണ്ടമേളമൊക്കെ ആയിട്ട് മുത്തശ്ശൻ അത് വലിയ ആഘോഷമാക്കിയാണ് മാറ്റിയത്. അതിനു പുറമെ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്തു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവന്തികയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആകെ കൂടി വിഷമമാവുകയാണ്. അനിയെ വിവാഹം കഴിക്കണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഇവൾ ഇത്ര വിവരമില്ലായ്മ കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്തത്. ഇനി MD സ്ഥാനത്ത് തന്നെ തുടരുമെന്നല്ലേ നമ്മൾ എല്ലാവരും വിചാരിച്ചത്. എന്നാൽ നമ്മൾ വിചാരിച്ചതിനപ്പുറം ആദർശ് അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയപ്പോൾ വലിയ ഭാരപ്പെട്ട ഉത്തരവാദിത്തമാണ് എല്ലാവരും കൂടി അനിയുടെ മേൽ വെച്ചു കൊടുത്തത്. ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനായിട്ടാണ് അവൻ MD സ്ഥാനം ഒഴിഞ്ഞത്. ഇനിയിപ്പോൾ പഴയതുപോലെ ആദർശിൻ്റെ കൈപ്പിടിയിൽ തന്നെയായിരിക്കും എല്ലാ ഉത്തരവാദിത്തങ്ങളും. നമ്മൾ ഇത്ര നാളും കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയി പോകുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ പറയുവാണ് അഭി. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല അഭി, ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മോൾക്കുണ്ടാവാൻ പാടില്ല. എൻ്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവനുമായിട്ടുള്ളൊരു ജീവിതം. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവൾക്ക് കിട്ടാതെ പോയാൽ പിന്നെ അവളുടെ അച്ഛനാണെന്നും പറഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നതിൽ എന്ത് അർത്ഥമാടാ ഉള്ളത്? അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അനിയെ തിരികെ MD സ്ഥാനത്തേക്ക് തന്നെ കയറ്റണമെന്ന് പറയുന്നുണ്ട് നാഗേന്ദ്രൻ. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അത് എങ്ങനെ നടക്കാനാച്ചാ? ഇപ്പോൾ പണ്ടത്തെക്കാളും പ്രൗഢിയോടെയും പ്രശസ്തിയോടെയും കൂടിയല്ലേ അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇനി എങ്ങനെ അതൊക്കെ സാധിക്കും? കാരണം ഓരോ സ്ഥാനമാനങ്ങൾ അനിയുടെ കയ്യിലേക്ക് കൊടുക്കും. ഒരിക്കലുമില്ല. ഇനിയും MD സ്ഥാനത്ത് നിന്ന് ആദർശം ഒഴിഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, MD സ്ഥാനത്ത് തുടരാൻ എനിക്ക് തീരെ ആഗ്രഹവുമില്ല. അവനറിയാം MD സ്ഥാനം താൻ ചുമലിലേറ്റിയാൽ തൻ്റെ കാര്യങ്ങളൊന്നും നല്ല രീതിക്ക് നടക്കില്ലെന്ന്. ഇല്ലെങ്കിലും ആദർശെല്ലാം നോക്കി നടത്തിയിരുന്ന കാലത്തും അവൻ പണ്ട് ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നല്ലോ. കുറച്ചായിട്ട് ഓഫീസിലെ തിരക്കും മറ്റും കാരണം അവന് നന്ദുവിനെ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു അകൽച്ച അവർ തമ്മിൽ ഉണ്ട് താനും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ ആ ഭാരപ്പെട്ട ചുമതല ആദർശിനെ തന്നെ തിരികെ ഏൽപ്പിച്ചത്. ഇനി എന്തായാലും നമ്മൾ സൂക്ഷിക്കണം അച്ഛാ. അവന്തിക മോളെ കൊണ്ട് എന്തായാലും ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല. അവളിപ്പോൾ അത്രത്തോളം അനിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് അനിയെ അവൾ കണ്ടു കഴിഞ്ഞു. ഇനി അഥവാ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയാലോ അവിടെയുള്ളവർ പറയാൻ സാധ്യതയുണ്ട്, ഇത്രയും നാളും അനി MD സ്ഥാനത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ വിവാഹത്തിന് താല്പര്യം കാണിച്ചതെന്ന്. ആ ഒരു പേര് ദോഷം കൂടി അവൾക്ക് കിട്ടാതെ ഇരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അഭി. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തോൽവി സംഭവിച്ചെന്ന് കരുതി ഞാൻ ഇതിൽ നിന്നും പിന്മാറാനൊന്നും പോകുന്നില്ല അഭി. മൂർത്തി എൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിനിടയിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും എനിക്കറിയാം. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും AN ജ്വല്ലറി അല്പം താഴേക്ക് പോയിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോഴും കോടികളുടെ ആസ്തിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഭയന്ന് പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. അതിനിടയിൽ നമുക്കിടയിലും ചില ചതിയന്മാരൊക്കെ കയറി കൂടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു തോൽവി നേരിടേണ്ടി വന്നത്. എന്നാൽ എന്തായാലും ഇനി നമ്മൾ മൂർത്തിയുടെയും മൂർത്തിയുടെ കൊച്ചുമകൻ്റെയും പതനം കാണാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ പരിശ്രമിക്കണം. ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമായിരിക്കണം ഇനി അനന്തപുരിയിൽ ഉണ്ടാവേണ്ടത്. സന്തോഷങ്ങൾക്കെല്ലാം പുറകെ ഇനി അനന്തപുരിയിലുള്ളവർ ദുഃഖവും ദുരിതവും മാത്രമായിരിക്കണം അനുഭവിക്കേണ്ടത്. അതിലേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കണം. അതായിരിക്കണം ഇനി നമ്മുടെ പ്രധാന ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ. എന്തായാലും അവന്തിക മോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അനിയുമായിട്ടുള്ള അവളുടെ വിവാഹം പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു വഴി നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം കിട്ടാതിരിക്കില്ല. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയി ആദർശ് തുടർന്നു പോയാലും കമ്പനിയിൽ കയറിക്കൂടാൻ അവന്തിക മോൾക്ക് സാധിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അതിലൂടെ പല കുതന്ത്രങ്ങളും ചെയ്യാനും പറ്റുമെന്നൊക്കെ നാഗേന്ദ്രൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മയുടെ കാര്യം എങ്ങനെയാ? AN ജ്വല്ലറിയുടെ MD അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മ ആകെ ഭ്രാന്തിളകിയ ഒരു അവസ്ഥയിലാണ്. ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് അമ്മയുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം.
നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താ അച്ഛാ പ്രശ്നം? അമ്മ അച്ഛനെ എങ്ങനെ ചതിച്ചെന്നാ പറയുന്നത് എന്നെല്ലാം അഭി ചോദിക്കുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ അവൾ കാണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തായാലും നിന്റെ അമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതും അവളുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ടുള്ളതും ഞാൻ മാത്രമാണ്. പഞ്ചത്തിലും മയത്തിലുമൊക്കെ അവൾ അനന്തപുരിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ പണ്ടേ ആ കിളവൻ ജലജയെ എനിക്കൊപ്പം അടിച്ചു പുറത്താക്കിയേനെ. അതുപോലെ വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങളുടെ അമ്മയുടേതെന്നൊക്കെ പറയുമ്പോഴേക്കും അഭി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം അച്ഛാന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും പണ്ടത്തെ കാര്യങ്ങളൊന്നും എനിക്കിനി കുത്തിപ്പൊക്കാൻ ആഗ്രഹമില്ല. സമയമാകുമ്പോൾ ആരും പറയാതെ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊള്ളുമെന്നൊക്കെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഒഴിവാക്കി വിടുന്നത് കാണുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെ അഭിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അഭി തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ ചെല്ലുവാണ്. അവിടെ ജലജയാണെങ്കിലും ഭയങ്കര ആലോചനയോടെ ഇരിക്കുവാണ്. ആ സമയം അഭി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അമ്മക്ക് ഈയിടെയായിട്ട് ഇച്ചിരി ആലോചന കൂടുതലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതെന്താടാ വന്ന് എനിക്കിപ്പോൾ ആലോചിക്കാനും പാടില്ലേ, മനസ്സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനും പാടില്ലേ ഈ വീട്ടിലെന്നൊക്കെ ചോദിച്ച് ജലജ അവനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഓ ഒന്നുമില്ല എൻ്റെ അമ്മ ഇങ്ങനെ തന്നെത്താൻ മാറിയിരിക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, അമ്മയെ ഇപ്പോൾ അലട്ടുന്ന പ്രധാന പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, എന്താ പ്രശ്നമെന്ന് നിനക്കറിയില്ലടാ, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട് വിട്ട് ഇറങ്ങിപ്പോയവരൊക്കെ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ ചേക്കേറുന്നത് നീ കാണുന്നില്ലേ? അതുപോലെ വീണ്ടും MD സ്ഥാനം ആദർശിൻ്റെ കയ്യിലേക്ക് തന്നെ തിരികെ എത്തി. അതിൽ കൂടുതൽ എനിക്ക് നിരാശയുണ്ടാകാൻ വേറെ എന്ത് കാര്യമാടാ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഭി തന്ത്രത്തിൽ ചോദിക്കുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അമ്മേ, ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? മുത്തശ്ശൻ്റെ തീരുമാനങ്ങളനുസരിച്ചല്ലേ ഓരോന്നും നടക്കൂ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. എന്തായാലും അമ്മ വിഷമിക്കാതിരിക്കേ. പക്ഷെ അമ്മ ഈ കാര്യം ഓർത്തുകൊണ്ടല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അമ്മയുടെ മനസ്സിലിപ്പോൾ മറ്റെന്തോ ആണുള്ളത്. അത് എന്താണെന്ന് എന്നോട് കൂടെ പറയാനൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോഴേക്കും, നീ ഒന്ന് പോയേ, അതല്ലാതെ വേറെ എന്ത് ആലോചിക്കാനാ ഞാനെന്ന് പറയുന്നുണ്ട് ജലജ. എങ്കിൽ ഞാൻ പറയാം, അമ്മ അച്ഛനെ കുറിച്ചല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്നതും ജലജ ദേഷ്യം കൊണ്ടങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താടാ നീ ഇപ്പോൾ പറഞ്ഞത്? അച്ഛനോ? നീ ആരെക്കുറിച്ചായി പറയുന്നത്? അയാളെപ്പോലെ ഒരുത്തനെ അച്ഛന്ന് വിളിക്കാൻ നാണമില്ലടാ നിനക്ക്. അത്രയ്ക്ക് ദുഷ്ടനും നീചനുമാണ് അയാൾ എന്നോട് ചെയ്ത ചതി എന്താണെന്ന് നിനക്കറിയാമോ? അയാളെ ഈ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല. അത്രയധികം ദ്രോഹം എന്നോടും അച്ഛനോടുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അയാൾ. ദ്രോഹിയുടെ പേര് നീ ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്. എനിക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നലങ്ങനെ ജലജ ദേഷ്യത്തോടെ അഭിയോട് പറയുന്നുണ്ട് കേട്ടോ. അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും അച്ഛൻ എന്ത് ദ്രോഹമാ ഇവിടെ ഉള്ളവരോടും അമ്മയോടുമൊക്കെ ചെയ്തത്? അമ്മ ഇത്രയധികം അയാളെ വെറുക്കാൻ മാത്രം അയാൾ എന്താ അമ്മയോട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഭി വീണ്ടും അതേക്കുറിച്ച് തന്നെ ചോദിച്ചിട്ടും ജലജ ഒന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അഭിയോട് നിർത്താതെയുള്ള ചോദ്യം കേട്ടിട്ട് ജലജ തിരികെ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്കിപ്പോ? എന്താടാ നീ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ കാരണം? അയാളുമായിട്ട് സംസാരിച്ചതുപോലെയാണല്ലോ നിന്റെ പെരുമാറ്റം. നീ എന്താ അയാളെ നേരിൽ കണ്ടോ? അതോ അയാൾ നിന്നെ അന്വേഷിച്ച് നിന്റെ അരികിലേക്ക് വന്നോ? സത്യം പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. നിന്നോട് അയാൾ സംസാരിച്ചോ അതോ നീ അയാളെ കണ്ട് സംസാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ജലജ നിർത്താതെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അത് പിന്നെ ഞാൻ അയാളെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അയാളെക്കുറിച്ച് ഡേവിഡ് സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഡേവിഡ് സാറിൻ്റെ വായിൽ നിന്ന് അയാളെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ എന്ന് കരുതി. പക്ഷെ പുള്ളിക്കാരനും ഇത്രയൊക്കെ പറയുന്നുള്ളൂ. കൂടുതലൊന്നും അയാളും പറയാൻ തയ്യാറാവുന്നില്ല. അമ്മയും മുത്തശ്ശനും ഉൾപ്പെടെയുള്ളവരാണ് നാഗേന്ദ്രൻ എന്നയാളെ ചതിച്ചെന്നാണ് ഡേവിഡ് സാർ പറയുന്നത്. യഥാർത്ഥത്തിൽ അന്നിവിടെ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്കും ശരിക്കും അറിയില്ലെന്നൊക്കെയാ പറഞ്ഞത്. അതേക്കുറിച്ച് ഡേവിഡിനോടും അയാൾ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വെച്ചത്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അതെന്തിനാ ഇനിയും ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്നത്? അമ്മ തന്നെ പറ, എന്താ അന്നിവിടെ സംഭവിച്ചത്? എന്തിനാ ഞങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന അയാളെ എല്ലാവരും കൂടി ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, ഇല്ല അഭി, ഞാനത് പറയാൻ പോയിട്ട് അന്നത്തെ ആ സംഭവങ്ങളൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്തത്രയും കടുത്ത ദ്രോഹമാണ് അയാൾ എന്നോട് ചെയ്തത്. ഞാൻ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ജലജയും അത് ഒഴിവാക്കി വിടുവാണ് കേട്ടോ. അങ്ങനെ അഭി രണ്ടുപേരോടും മാറി മാറി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷെ ഇത്രയും കോടികളുടെ ആസ്തിയുള്ള അച്ഛനെ എന്തുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ വെറുക്കുന്നത്? പണ്ട് ചെയ്ത ചതിയുടെയും ദ്രോഹങ്ങളുടെയും പേരാണെങ്കിൽ അതൊക്കെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും മറന്നു പോയിട്ടില്ലേ? ഇപ്പോഴും അച്ഛൻ്റെ പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് വെറുപ്പാണല്ലോ. അച്ഛൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അമ്മ എന്തിനായിരിക്കും ഇത്രയധികം ദേഷ്യപ്പെടുന്നതും പേടിക്കുന്നതുമൊക്കെ? എന്തോ ഒരു രഹസ്യം ഇതിനിടയിലുണ്ട്. അച്ഛനും അമ്മയ്ക്കുമിടയിൽ എന്തോ ഒരു വലിയ സംഭവം തന്നെ നടന്നിട്ടുണ്ട്.
അല്ലാതെ അമ്മയിൽ നിന്നും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സ്വഭാവം പുറത്തു വരേണ്ടതല്ലല്ലോ. അതും അച്ഛൻ ഇത്ര വലിയ കോടീശ്വരൻ ആയി തീർന്നിട്ടും. ആഷ് എന്ന് കേട്ടാൽ അത്യാർത്ഥി കാരണം മരിക്കുന്ന അമ്മയല്ലേ, പിന്നെ എന്തായിരിക്കും അമ്മയ്ക്കിപ്പോൾ പറ്റിയത്? എന്തായാലും ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അഭി നിൽക്കുന്നത്. എന്തായാലും അഭിക്ക് ആ രഹസ്യം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെയുള്ളത് അവന്തികയുടെ കാര്യമാണ്. അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളാണ് നവ്യ. നവ്യയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവന്തികയുടെ കാര്യങ്ങളെല്ലാം നവ്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭി. അവന്തിക നമ്മുടെ കൂടെ തന്നെയാണെന്നും എല്ലാവരുടെയും മുമ്പിൽ അവൾ അഭിനയിച്ച് നിൽക്കുന്നതാണെന്നും ഒക്കെ അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയുമായിട്ടുള്ള അവളുടെ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണമെന്നുള്ള തീരുമാനത്തിലാണ് നവ്യ. അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അനിയാണെങ്കിലും അവന്തികയ്ക്ക് ഒട്ടും തന്നെ സ്പേസ് കൊടുക്കുന്നില്ല കേട്ടോ. അവന്തികയെ കൺമുന്നിൽ കാണുമ്പോഴേക്കും എസ്കേപ്പ് ആകാനാണ് അനി ശ്രമിക്കുന്നത്. ഇനി അഥവാ അവന്തികയുടെ മുമ്പിൽ ചെന്ന് പെട്ടാലും അവന്തികയുമായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത രീതിയിലാണ് അനി സംസാരിക്കുന്നത്. അവന്തിക എന്ത് ചോദിച്ചാലും അതിനൊക്കെ ഉരുളക്കുപ്പേരി എന്നതുപോലെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിവാഹം നടക്കണമെന്ന് എനിക്കൊട്ടും ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് നീ എന്നെ വെറുതെ ചൊറിയാൻ വരരുത് അവന്തിക. എൻ്റെ സകല പിടിയും വിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനി അവന്തികയുമായിട്ടുള്ള അകലം പതിയെ കൂട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നാൽ അനിയുടെ ഈ എതിർപ്പൊന്നും വകവെക്കാതെ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ജലജയും ജാനകിയും എല്ലാം ചേർന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യയുടെ ഫോണിലേക്ക് അടുപ്പിച്ച് 2-3 മെസ്സേജുകൾ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുന്നതും ഒരുമിച്ച് ഇരിക്കുന്നതും അവരൊരുമിച്ചിരുന്ന് കോഫി ഷോപ്പിൽ വെച്ച് കോഫി കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ കിട്ടുന്നത്. കൊടുക്കുന്നത് നവ്യയുടെ ആ ഒരു ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ്. അത് കാണുമ്പോഴേക്കും നവ്യയ്ക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവന്തിക ഇവിടെയുള്ള എല്ലാവരെയും ചതിച്ചു കൊണ്ടിരിക്കുവാണെന്നും അഭിക്ക് നാഗേന്ദ്രനുമായിട്ട് അടുപ്പമുള്ളതുപോലെ തന്നെ അവന്തികയ്ക്കും അവളുടെ അച്ഛനുമായിട്ട് നല്ല അടുപ്പമുണ്ടെന്നും ഇവർ മൂവരും കൂടി ഒന്നിച്ചു നിന്ന് എല്ലാവരെയും ചതിക്കുന്നതാണെന്നും അനിയെ എന്തിനാണ് അവൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നവ്യക്ക് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നവ്യ ഈ വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സമയത്ത് അനിയാണെങ്കിലും വിവാഹ നിശ്ചയം മുടക്കാൻ എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ചുകൊണ്ട് ആകെ തല പുകഞ്ഞിരിക്കുകയായിരിക്കും. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം നടക്കും. പിന്നെ മുത്തശ്ശനെയും എല്ലാവരെയും ധിക്കരിച്ച് ഈ വിവാഹ നിശ്ചയത്തിൽ നിന്നും പിന്മാറാൻ തന്നെ കൊണ്ടും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് അനി. ഈ സമയത്ത് നവ്യയാണെങ്കിൽ താൻ അറിഞ്ഞ വിവരങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാവരെയും അറിയിക്കണം. താൻ പോയി പറഞ്ഞാൽ ഇതാരും ഇവിടെ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം മറ്റാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നവ്യ നേരെ 2 കൽപ്പിച്ച് നയനയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ആദ്യമൊന്നും നവ്യ പറയുന്നത് കേൾക്കാൻ പോലും നയന കൂട്ടാക്കുന്നില്ലെങ്കിലും പിന്നീട് തൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ നയനയ്ക്ക് കാണിച്ചു കൊടുക്കുവാണ് നവ്യ. ആദ്യമൊന്നും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് ആ ഫോട്ടോസും ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും അത് വിശ്വാസമാകുന്നുണ്ട്. അങ്ങനെ നയന ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അപ്പോൾ അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടോ? അപ്പോൾ അവൾ അച്ഛൻ്റെ കൂടെ ചേർന്ന് അനിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിവാഹത്തിന് മുതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഈ വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് തീരുമാനിക്കുവാണ് അവർ. ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് നവ്യ നയനയുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുവാണ്. അങ്ങനെ ഈ ഒരു വിവാഹ നിശ്ചയം അനിക്ക് വേണ്ടിയുള്ള ഒരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കുവാണ് നയനയും. അങ്ങനെ നയന അവന്തികയ്ക്കെതിരായിട്ടുള്ള ഈ ശക്തമായിട്ടുള്ള തെളിവുമായിട്ട് മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അവന്തികയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് നയന. അഭിക്ക് മാത്രമല്ല അവന്തികയ്ക്കും നാഗേന്ദ്രനുമായിട്ട് ബന്ധമുണ്ടെന്നും നമ്മളെ എല്ലാം ചതിക്കുമായിരുന്നെന്നും ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്ന ആളാണ് അവളെന്നും ഒക്കെ പറയുവാണ്. ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ളയായിട്ട് ചമഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റാനാണ് അവൾ ശ്രമിച്ചത്. പക്ഷെ വലിയൊരു ചതിയാണ് അവൾ ചെയ്തത്. അവൾ അച്ഛന് വേണ്ടി ഒരു സ്പൈ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിവരങ്ങളെല്ലാം നാഗേന്ദ്രനെ പോലെ ഒരു ദുഷ്ടന് ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നതും അവൾ തന്നെയായിരിക്കും എല്ലാം പറയുവാണ് കേട്ടോ. അതുപോലെ അനിയെ വിവാഹം കഴിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത് മറ്റൊന്നായിരിക്കാം. മൂർത്തീസ് ജ്വല്ലറിയുടെ അധികാരം അനിയിലൂടെ കൈക്കലാക്കാനോ അതുപോലെ അനന്തപുരി തറവാട്ടിലേക്ക് നാഗേന്ദ്രന് തിരികെ കയറാനുമുള്ള അടവായിരുന്നു. ആണെങ്കിൽ MD സ്ഥാനത്ത് ആദർശേട്ടൻ തിരികെ കയറിയത് അവർക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ കണ്ടതൊക്കെ സത്യമാണെങ്കിൽ ഒരിക്കലും അനിയുമായിട്ട് ഇവളുടെ വിവാഹം നടക്കരുത് മുത്തശ്ശ എന്നൊക്കെ പറയുവാണ് നയന. അറിയാലോ, അനിയുടെ വിവാഹം മുമ്പൊന്നും നടന്നതാണ്. അനാമികയും ഇവളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവന്തിക ചെയ്യുന്നതെല്ലാം തന്നെ അവളുടെ അച്ഛന് വേണ്ടിയിട്ടാണെന്നും
അതുകൊണ്ട് തന്നെ അവളുമായിട്ട് അനിയുടെ വിവാഹ നിശ്ചയം നടത്തുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോഴാണ് അനി ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കും ബോധ്യമാകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല മുത്തശ്ശ. അവളുടെ മനസ്സിൽ ചില പദ്ധതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങളുണ്ട്. അത് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണെന്നൊക്കെ അനി പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ആരും ചെവി കൊണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. പിന്നെ വിവാഹ നിശ്ചയം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് തന്നെ മുത്തശ്ശൻ ഇക്കാര്യങ്ങളെല്ലാം അവന്തികയോട് ചോദിക്കുവാണ്. അപ്പോൾ അവന്തിക നിന്ന് പരുങ്ങുന്നത് കാണുമ്പോൾ മുത്തശ്ശൻ അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മുത്തശ്ശ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അഭിയും കുറേ തർക്കിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക്. മുത്തശ്ശനാണെങ്കിലും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും ആകെ പിടിവിട്ട് നിൽക്കുവാണല്ലോ. അതുപോലെ തന്നെയാണ് ജാനകിയും ജലജയുമൊക്കെ. ജലജയ്ക്ക് നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോഴേക്കും കലി ഇളകുമല്ലോ. കൂടാതെ തൻ്റെ മകൾക്ക് അയാളുമായിട്ട് ബന്ധമുണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും ജലജ അവന്തികയെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. ജലജയ്ക്ക് അയാളോടുള്ള ദേഷ്യത്തിൻ്റെ പുറമെയാണ് ഇപ്പോൾ അവന്തികയും അഭിയുമൊക്കെ അയാളുടെ സപ്പോർട്ട് കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്നും നാഗേന്ദ്രനുമായിട്ട് തൻ്റെ മക്കൾക്ക് എല്ലാവിധ അടുപ്പമുണ്ടെന്നും അറിയുമ്പോഴേക്കും ജലജയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ജലജ മുമ്പോട്ട് വന്നിട്ട് നീ എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേടി. കൊടും ചതിയൻ്റെ വാക്ക് കേട്ടാണോടി നീ ഇതെല്ലാം ചെയ്തത്? അയാൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ നീ അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ജലജ അവന്തികയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാനകിയും ഭയങ്കര ദേഷ്യത്തോടു കൂടി മുമ്പോട്ട് വന്നുകൊണ്ട് പറയുന്നുണ്ട്, മോൻ്റെ ജീവിതം വെച്ചാണോടി നീ കളിക്കാൻ നോക്കിയത്? നിന്നെ പോലെ ഒരുത്തിയെ ഞാൻ വെറുതെ വിടില്ല. നിനക്ക് ഇത്ര ധിക്കാരമോ? എല്ലാം ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ളയായി ചമയാൻ നിനക്ക് നാണമില്ലടി എന്ന് ചോദിച്ച് ജാനകിയും അവന്തികയ്ക്ക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ജലജയും ജാനകിയും മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം ആകെ കലി ഇളകി ദേഷ്യത്തോടെ നിൽക്കുവാണ്. അവന്തികയും അഭിയുമൊക്കെ ഈ തറവാട്ടിൽ നിന്നുകൊണ്ട് ഈ തറവാട്ടിനെ മുടിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്. രണ്ടും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നാഗേന്ദ്രനെ വിളിച്ച് അറിയിക്കുകയും അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടെ നടക്കുന്ന രഹസ്യങ്ങളും എല്ലാം ചോർത്തി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയായിരുന്നല്ലേ. ഇനി നിങ്ങളെ ഈ തറവാട്ടിന് ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ തന്നെ പോയി താമസിച്ചോളൂ എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശൻ അവരോട് രണ്ടുപേരോടും തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാൽ ജലജയാണെങ്കിലും ഈ സത്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. മക്കളായ അഭിക്കും അവന്തികയ്ക്കും നാഗേന്ദ്രനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യമൊന്നും ജലജയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ജലജയോട് മുത്തശ്ശന് ഒരു ചെറിയ അലിവൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തൽക്കാലം ജലജയെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ മുത്തശ്ശൻ മുതിരുന്നില്ല. എന്തായാലും അവന്തികയുടെയും അഭിയുടെയും കാര്യത്തിൽ മുത്തശ്ശൻ ഒരു കടുത്ത തീരുമാനം തന്നെ എടുക്കുവാണ്. അനന്തപുരി തറവാട്ടിൽ ഇവർക്ക് യാതൊരുവിധ സ്ഥാനമില്ലെന്നും ഈ മേലിൽ ഒരു കടപ്പാടിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കാലുകുത്തി പോകരുതെന്നും പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അങ്ങനെ മുടങ്ങുവാണ് കേട്ടോ. അനി ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷത്തിലായിരിക്കും. നന്ദുവുമായിട്ടുള്ള കല്യാണം അല്പം വൈകിയാലും വേണ്ടില്ല, അതിനുവേണ്ടി താൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. അവന്തിക എന്നുള്ള മാരണം തൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോയല്ലോ. ഒരു സമാധാനത്തിൽ തന്നെ വളരെയധികം സന്തോഷത്തിലായിരിക്കും കേട്ടോ അനി. ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്രമാറ്റിൽ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.